ഈ ബാച്ചിലുള്ള ബ്ലേഡ് ആർക്കാ നിങ്ങൾ നൽകിയത്? അതങ്ങനെ നോട്ട് ചെയ്യാറൊന്നുമില്ല. എനിക്കിത് ആരാ വാങ്ങിയതെന്ന് കൃത്യമായി അറിയണം. ഹോസ്പിറ്റലുകൾക്ക് പുറമെ നഴ്സിംഗ് ഹോമുകളിലേക്കും ചില പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ വാങ്ങാറുണ്ട്. എനിക്ക് ആ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് വേണം. അത് ഇത്തിരി ബുദ്ധിമുട്ടാവും. ഇത്തിരി ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. നഷ്ടം നിനക്ക് മാത്രമല്ല, ഇനി ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തള്ളാനാണെങ്കിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. നിങ്ങളെനിക്ക് വിശ്വാസമില്ല. മോനെ മാർക്കോ, ചെയ്തിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഞാനത് കേൾക്കും. അതിനുള്ള ഉറപ്പൊക്കെ എനിക്കുണ്ട്. എബ്രാ മതി. മാർക്കോ ഇവിടെ വന്നതും സംസാരിക്കുന്നതും ഞാൻ പറഞ്ഞിട്ടാ. ഡേവിച്ചാനോടുള്ള ബഹുമാനം കൊണ്ട്. ബിസിനസ് പിടിക്കാൻ നിന്റെ ചേട്ടൻ ജോർജിനെ ഇല്ലാതാക്കേണ്ട കാര്യം ഈ ഡേവിസിനില്ല. നിന്റെ അപ്പം മാർക്കോ സീനിയറെ കൊന്നുതള്ളിയ മാംഗ്ലൂരുകാരൻ റെഡ്ഡിയുടെ ഇടനെഞ്ചിൽ വെടിയുതിർക്കാൻ എന്റെ സഹായ ജോർജ് തേടിയത്. യുദ്ധം തുടങ്ങുമ്പോ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഞാൻ തുടങ്ങാന്ന് കാണിക്കും ജോർജ്. തീരുമ്പോ ഇതുപോലെ കൈ രണ്ടും പൊക്കിച്ചിരിക്കും. പിന്നെ ആര്? എന്തിന്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിന്റെ കൂടപ്പിറപ്പിനെ കൊന്ന ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം. Somebody is trying to be more evil than us. ഇറങ്ങട്ടെ ചേ. ശരി. ബുദ്ധിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് ഇപ്പോഴാ. മാർക്കോയെ തീർത്താൽ ഒന്നും തീരില്ല. നിനക്ക് എത്രയാ കൂലി? എന്റെ കൂറളക്കേണ്ടത് ഇപ്പോഴല്ല. ഞാൻ പറഞ്ഞതൊന്ന് ഇരുത്തി ആലോചിക്കേ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ മോനെ കൊന്നവനെ വെറുതെ വിടണമെന്നല്ല. ഈ സിറ്റുവേഷൻ എങ്ങനെ ക്രിയേറ്റായി? ആരാണ് ഇതിന് പിന്നിൽ? ഡേവിച്ചായ 3 പേരെ നട് റോട്ടിലിട്ട് കൊന്നു തള്ളിയത്. സാക്ഷി പറയാൻ ആരും വരില്ല എന്ന് കരുതി. പക്ഷെ പുള്ളിക്ക് തെറ്റി. പാലാക്കാരനൊരു ജോണി സാക്ഷി പറഞ്ഞു. അവനെ അയാൾ തട്ടി. ഇയാൾ സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞിട്ടും പെട്ടുപോയി. ഇപ്പൊ ജീവപര്യന്താ. ഈ മാനസികാരോഗ്യത്തിന് ചികിത്സയാന്ന് പറഞ്ഞ് സാനിറ്റോറിയത്തിലായിപ്പോ. അവിടെ ഇരുന്നോണ്ടാ ഭരണം. ഈ ചത്തുപോയ എബ്രഹാം ഇദ്ദേഹത്തിന്റെ മൂത്ത പുത്രനാ.
നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയാറില്ലേ? അത് വെച്ച് നോക്കിയാൽ ഈ ഭൂലോകത്തുനിന്ന് അവസാനം പോകേണ്ടവനാ ഇപ്പൊ ചത്തവൻ. വില്യം, ഹാർട്ട്ഫെൽ കണ്ടോളൻസസ് ടു യു. ചെയ്തത് മാർക്കോ അല്ലേ? അല്ല, ഈസയല്ലേ? ഈഗിൾ ഈസ. നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. രസമുള്ള കളിയാണ് നടക്കുന്നതെങ്കിൽ പക്ഷം പിടിക്കാതെ താളം പിടിക്കണം. നിങ്ങളുടെ നിയമം നടപ്പിലാക്കാനുള്ള ഒരുക്കമാണെങ്കിൽ നോക്കി നിന്ന് രസിക്കുന്ന പഴയ പോലീസല്ലേ ഇപ്പോൾ? We don't need a referee here. അയാള് മഴയത്ത വന്നത്. അയാളുടെ കഴുത്തില് മിഖായൽ മാലാഖയുടെ ലോക്കറ്റുള്ള ഒരു മാലയുണ്ടായിരുന്നു. I need a list of doctors from all the hospitals in the city, especially a person who wasn't on duty on last Monday afternoon. A man who predominantly uses his left hand than his right. A born left-hander, a lefty. നാരദനും ശകുനി ഒരു ജന്മം എടുത്തതായി പാട്രിക്. അവനെന്തൊരു ഓപ്പറേഷൻ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. താൻ ഗണ്ണെടുത്തിട്ടുണ്ടോ? സർ, മെനക്കെട്ട പണിയാ ഇങ്ങനെ ഒരുത്തൻ്റെ പുറകെ നടക്കുന്നത്. അടുത്ത വിലപിടിപ്പുള്ളതല്ല ഇവൻ്റെയാ, ഫ്രാൻസി. ഏയ്, എൻ്റെ കണക്കൂട്ടിലൊന്നും അങ്ങനെ തെറ്റിയിട്ടില്ല. ചുറ്റിനും നമ്മുടെ ആൾക്കാരുണ്ട്. അവൻ ആരായാലും ഇവനെ തേടി വരും. അതെപ്പോഴാ എങ്ങനാന്ന് അറിയാത്തത്. വിളിക്കടാ. Come on, man. I'm waiting. ഈ ചുറ്റും കിടക്കുന്ന കാറുകളുണ്ട്, അതിൽ മൊത്തം അവൻ്റെ ആളുകൾ. ബട്ട് ഒരു റാറ്റ് ആ കൂട്ടത്തിലുണ്ട്. Patrick, who was that? Did you see him? Tell me. മരണമൊഴി എടുക്കുകയല്ലേ? യെസ്, ഞാൻ കണ്ടു. വളരെ വ്യക്തമായിട്ട് കണ്ടു. Then tell me. നിങ്ങൾ ആദ്യം എൻ്റെ ജീവൻ രക്ഷിക്കേ, അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾ എന്നെ തീർക്കും. Hey, Patrick, who is it? Tell me. ഞാൻ പറഞ്ഞനുസരിക്കും. ഹലോ. ഈ രേഖാചിത്രം വരയ്ക്കുന്ന ആളിനെയും മൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റിനെയും ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. മെഡിക്കൽ കോളേജിലേക്കല്ല സർ, ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ സർ, ഇവിടെയുള്ള ആൾക്കാരെ കൊഴിപ്പിക്കണം. ഓക്കെ സർ. ഈച്ച് ആൻഡ് എവറി കോർണർ ഷുഡ് ബി അണ്ടർ അവർ കൺട്രോൾ. ഓക്കെ. ഒറ്റൊരാളെയും ചെക്ക് ചെയ്യാതെ അകത്തേക്ക് കടത്തി വിടണ്ട. ഗേറ്റ് കടന്നു വരുന്ന വാഹനങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യണം. Patrick, who has done this to you? Come on, tell me. Yeah. Patrick, I'm asking you, who has done this to you? Come on. Come on, bloody hell, Patrick, tell me who has done this to you? സർ, Patrick. സർ, നിങ്ങളൊന്ന് പുറത്ത് വെക്കണം പ്ലീസ്. ഇവിടെ മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലാണ് സർ. നമുക്ക് ചുറ്റുമുള്ള നിഴലിനെ പോലും വിശ്വസിച്ചുകൂടാ. വെട്ടം വീഴുമ്പോൾ അത് മഞ്ഞ്